വയനാട് കള്ളാടി ദുരന്തഭൂമിയിൽ 6ാം ദിനവും തെരച്ചിൽ. ഹിമാചൽ സ്വദേശി വിക്രം റാണയെയാണ് ഇനി കണ്ടെത്താനുള്ളത്. വിക്രം റാണയെ കാണാതായ സ്ഥലത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട മലയാളി കുഞ്ചുവിനെ മീനാക്ഷി പാലത്തിൽ എത്തിച്ചു. പുഴയിലും തെരച്ചിൽ തുടരുമെന്ന് മന്ത്രി ടി സിദ്ദീഖ് പറഞ്ഞു. യുവജന സന്നദ്ധ സംഘടനകളും അതുപോലെ NDRF, SOG, ഫയർ, റാപ്പിഡ് റെസ്പോൺസ് ടീം, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉൾപ്പെടെ ഫുൾ സ്ട്രെച്ച് പരിശോധന ഇന്ന് മീനാക്ഷി പുഴയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് എടുത്തത്. കുറേ ഇരുമ്പിൻ്റെ റോഡ്സും മറ്റുമുണ്ട്. അപ്പോൾ അതടക്കമാണ് ഇങ്ങോട്ട് ഒഴുകി പോന്നിരിക്കുന്നത്. അതിന് തൊട്ടടുത്താണ് ഇദ്ദേഹം ഉണ്ടായിരുന്നത് എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ള, ജീവനക്കാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അതുൾപ്പെടെ എല്ലാം പരിശോധിക്കാനാണ്, ഏരിയ ഉൾപ്പെടെ എല്ലാം പരിശോധിക്കും. DGP റവാഡ ചന്ദ്രശേഖർ ദുരന്ത സ്ഥലത്ത് ഇന്ന് എത്തുകയും ചെയ്തിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ലിൻഡോ ആണ് ചേരുന്നത്. ലിൻഡോ, ഇനി ഒരാളെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. റാണയ്ക്കായുള്ള തിരച്ചിൽ ഏത് രീതിയിലാണ് ഊർജിതമായിട്ട് അവിടെ നടക്കുന്നത് എന്നാണ് മന്ത്രി വിശദീകരിക്കുന്നത്. മറ്റ് പരിശോധനകൾ ഒക്കെ ഇന്ന് ഏത് രീതിയിലാണ് അവിടെ നടക്കുന്നത്? സ്വാതി, കള്ളാടി ദുരന്തത്തിൽ കാണാതായ വിക്രം റാണയ്ക്ക് വേണ്ടിയിട്ട് വളരെ വലിയ കാര്യക്ഷമമായിട്ടുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് ഇന്ന് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതുമായി ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ തുടരുന്നത്. NDRF സംഘം, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള എല്ലാവിധ ഫോഴ്സുകളെയും ഉപയോഗിച്ച് ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ തിരച്ചിൽ നടത്തുക, അദ്ദേഹത്തെ കണ്ടെത്തുക എന്ന ഒരു ദൗത്യം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ തിരച്ചിൽ നടത്തുന്നത്. ഇപ്പോൾ നമുക്ക് കാണുന്നത് പോലെ തന്നെ യുവജന സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ സഹായവും കൂടി ഇന്ന് ഈ തിരച്ചിൽ സ്ഥലത്ത് ലഭിക്കും. അങ്ങനെ വലിയ വിപുലമായ ഒരു തിരച്ചിൽ ആണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും രണ്ടാമത്തെയും നാലാമത്തെയും സോണുകളിലും പുഴയിലുമാണ് ഈ തിരച്ചിൽ നടത്തുന്നത്. ഈ മലയിടിച്ചിലുണ്ടായ പ്രദേശത്ത് നിന്നും ഏറ്റവും കൂടുതൽ മണ്ണ് ഇളകി വന്നിരിക്കുന്നത് ഈ രണ്ടാമത്തെ സോണിലാണ്. ഈ രണ്ടാമത്തെ സോണിലെ മുഴുവൻ മണ്ണും മാറ്റി തിരയാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ സംസ്ഥാന പോലീസ് DGP ആയിട്ടുള്ള റവാഡ ചന്ദ്രശേഖർ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ സ്ഥലം സന്ദർശിക്കുകയും മന്ത്രിയുമായി കാര്യങ്ങൾ ചോദിച്ച് വിലയിരുത്തുകയും ചെയ്തു. ഈ വിക്രം റാണ, കാണാതായ വിക്രം റാണ എവിടെയാണ് നിന്നിരുന്നതെന്നറിയാൻ ഈ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കുഞ്ചു ആശുപത്രിയിൽ നിന്നും പ്രദേശത്തെത്തി. അവർ ഈ NDRF സംഘത്തെ എവിടെയായിരുന്നു ഈ വിക്രം റാണ നിന്നിരുന്നത് എന്ന സ്ഥലം ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ചു എത്തിയത്. ഇങ്ങനെ ഏറ്റവും മാക്സിമം ഉള്ള വിവരങ്ങൾ ശേഖരിച്ച് ഈ CCTV ദൃശ്യങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി തന്നെ വലിയ രീതിയിൽ ഈ തിരച്ചിൽ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ മീനാക്ഷി പാലം അടച്ചിട്ടുകൊണ്ടാണ് ഈ തിരച്ചിൽ നടത്തുന്നത്. മീനാക്ഷി പാലത്തിലൂടെയുള്ള ചൂരൽമലയ്ക്കും മേപ്പാടിയിലേക്കുമുള്ള ഗതാഗതം 8 മണി മുതൽ രാവിലെ 8 മണി മുതൽ 12 മണി വരെ ഇപ്പോൾ താൽക്കാലികമായി നിരോധിച്ചു കൊണ്ടാണ് ഈ തിരച്ചിൽ ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും തിരച്ചിൽ വലിയ രീതിയിലുള്ള ഒരു കാര്യക്ഷമമായി ഇന്ന് ഏറ്റവും മാക്സിമം ഇന്ന് തന്നെ ഈ തിരച്ചിലൂടെ അദ്ദേഹത്തെ കണ്ടെത്തണം എന്ന ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ തിരച്ചിൽ പുരോഗമിക്കുന്നത്. കൂടാതെ ഈ മണ്ണ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിരുന്നു. ഈ എക്സ്പെർട്ട് കമ്മിറ്റി ഇതുപോലെ അസംബിൾ ചെയ്ത് അടുത്ത ഘട്ടത്തിലുള്ള ഈ എക്സ്പെർട്ട് കമ്മിറ്റി ഉടൻ തന്നെ ഇവിടെ എത്തി ഈ മണ്ണ് മാറ്റണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് ടി സിദ്ദീഖ് പറഞ്ഞത്. ഈ നിർമ്മാണ ചുമതലയുള്ള കമ്പനി പറയുന്നത് ഈ മണ്ണ് ഇവിടെ നിന്ന് മാറ്റുന്നത് വീണ്ടും ഒരു അപകടത്തിന് കാരണമാകുമെന്നാണ്. ഇത്തരത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ മണ്ണ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എക്സ്പെർട്ട് കമ്മിറ്റി ഇവിടെ വന്ന് മണ്ണ് ഈ മേഖല പരിശോധിക്കുകയും എന്താണ് ചെയ്യുന്നത് പിന്നീട് അറിയിക്കുകയും ചെയ്യും. കൂടാതെ ഉന്നതതല സമിതിയും അടുത്ത് തന്നെ ഈ പ്രദേശത്ത് എത്തും. സ്വാതി. ശരി ലിൻഡോ.